ഓപ്പറേഷൻ നങ്കോറിൽ നിർണായക കണ്ടെത്തലുമായി കസ്റ്റംസ്. എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേത് എന്ന് കസ്റ്റംസ് കണ്ടെത്തി. അസം സ്വദേശിയുടെ പേരിൽ വ്യാജ മേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ച മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിക്കായി അന്വേഷണം ഊർജിതമാണ്. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ വെച്ച് കസ്റ്റംസ് പിടികൂടിയ അസം സ്വദേശിയുടെ പേരിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ലാൻഡ് ക്രൂസർ ഫസ്റ്റ് ഓണർ വാഹനം അടിമുടി ദുരൂഹതയെന്ന് വ്യക്തമാക്കുകയാണ് കസ്റ്റംസ്. മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയാണ് വ്യാജ മേൽവിലാസത്തിൽ വാഹനം കേരളത്തിലെത്തിച്ചതെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. കസ്റ്റംസ് പരിശോധന നടത്തുന്നുവെന്ന് സൂചന ലഭിച്ചതിനു പിന്നാലെ നിറം മാറ്റാനായി 2 ആഴ്ച മുൻപാണ് വാഹനം വർക്ക്ഷോപ്പിലെത്തിച്ചത്. കുണ്ടന്നൂരിലെ ഓട്ടോ ഷോപ്പ് ഉടമ 24നോട് ഇക്കാര്യം സ്ഥിരീകരിച്ചു. 2 ആഴ്ചക്ക് മുമ്പ് വന്ന വണ്ടിയാണ്. നമ്മൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയായിരുന്നു. ഫുൾ ബോഡി കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. വണ്ടി കളർ വൈറ്റ് ആയിരുന്നു, അത് ബ്ലാക്കിലേക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. മാഹിന്റെ പേര് ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, പുള്ളിയുടെ ആണെന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചിരുന്നത്. കോയമ്പത്തൂർ സംഘവുമായുള്ള മാഹിൻ അൻസാരിയുടെ ബന്ധം അന്വേഷിക്കുകയാണ് കസ്റ്റംസ്. നടൻ അമിത് ചക്കാലക്കലിനും ഇടനിലക്കാരായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത്. അമിത്തിന്റെ ഗ്യാരേജിൽ നിന്ന് പിടികൂടിയ മറ്റു വാഹനങ്ങളുടെ രേഖകളിൽ കസ്റ്റംസിന് സംശയമുണ്ട്. പിടിച്ചെടുത്തതിൽ ഒരു വാഹനം മാത്രമാണ് തന്റേതെന്ന് അമിത് 24നോട്. ഈ 6 വാഹനങ്ങൾ നമ്മുടെ ഗറാജിൽ വന്നിട്ടുണ്ടായിരുന്നു. പല വ്യക്തികളുടെ ആയിട്ടുള്ള വാഹനങ്ങൾ പണിയാൻ വേണ്ടി വന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആയിപ്പോയി അവിടെ ഗറാജ് ചെക്ക് ചെയ്തപ്പോൾ കെയർ ഓഫ് അമിത് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പോൾ അവർ ടോട്ടലി നോക്കുമ്പോൾ ഈ 6 അവിടെയുള്ള 6 ഇവിടത്തെ കൂടി ചേർത്ത് 8 വാഹനം എൻ്റെയാണ്. പക്ഷേ 8 വാഹനം എൻ്റെ അല്ല, എൻ്റെ ഒരു വാഹനമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെ ഭൂട്ടാൻ വാഹനം കേരളത്തിൽ നിന്ന് കടത്താൻ ഉടമകൾ ശ്രമിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും കസ്റ്റംസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ കസ്റ്റംസ് തമിഴ്നാട് സംഘത്തെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് വൻ ശൃംഖല കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചത്. പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.